ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പാർട്ട് 2. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് 3 challenges. എക്സ്പ്ലെയിൻ എനി 3 challenges ഫേസ്ഡ് ബൈ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യ ഫേസ് ചെയ്ത 3 വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം രൂക്ഷമായ പ്രശ്നങ്ങൾ, അത് സോൾവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടേറിയത്. അങ്ങനെയുള്ള 3 വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ആർ ആസ് ഫോളോസ്. 3 കാര്യങ്ങളായിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളത് എങ്ങനെ ഇന്ത്യയെ, നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുന്നിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഒരു യൂണിഫൈഡ് ആക്കി മാറ്റിയത് അവരുടെ കീഴിൽ. എങ്കിലും കുറേ 565 പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങൾ രാജാക്കന്മാരുടെ കീഴിൽ ഭരിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ തന്നെ. പക്ഷേ ഇതൊക്കെ എങ്ങനെ യോജിപ്പിക്കും? ഈ ഒരു രാജ്യമാക്കി ഒരു ഇന്ത്യ എന്നുള്ളൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി ആയിട്ട് എങ്ങനെ യൂണിഫൈ ചെയ്യും? അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ടു ഷേപ്പ് എ യൂണിഫൈഡ് നേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദർ വാസ് എ ചലഞ്ച് ടു മേക്ക് ഇന്ത്യ ആൻ യൂണിഫൈഡ് നേഷൻ. അതായത് ഇന്ത്യയെ ഏകീകൃത രാഷ്ട്രമായി മാറ്റുക എന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം എന്താണ്? ഡൈവേഴ്സിറ്റി കൾച്ചറുണ്ട്. ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ഭാഷ സംസാരിക്കുന്നവർ, വിവിധ മതവിഭാഗങ്ങൾ, ന്യൂനവിഭാഗങ്ങൾ. ഇതൊക്കെ എങ്ങനെയാകും? ഇന്ത്യയെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? അതൊരു വലിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു. സംയോജനത്തിന് തന്നെ ഇത് തടസ്സമാകുമോ, വീണ്ടും ഇത് പ്രശ്നമാകുമോ എന്നതൊക്കെ ഒരു വലിയൊരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തത്, ഇനി യൂണിഫൈ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടും എങ്ങനെ ഇവിടെ ഒരു ജനാധിപത്യ ഭരണം കൊണ്ടുവരും? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാൽ, ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ജനങ്ങളെ ഭരിക്കുക. ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണ്? എല്ലാവർക്കും ഈക്വാളിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത്, മൗലിക അവകാശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ സ്ഥാപിക്കും? ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി ഹൗവർ ഇന്ത്യ ഈ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രാജ്യങ്ങളിൽ 7ാം സ്ഥാനമാണ് വലിപ്പത്തിലുള്ളത്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് ചട്ടങ്ങളും നോംസും കൾച്ചറും വാല്യൂസും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരെങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിലൂടെ ഒന്നിപ്പിച്ച് നിർത്തുക? അപ്പോൾ ജനാധിപത്യം എങ്ങനെയാണ് സ്ഥാപിക്കുക? അതാണ് രണ്ടാമത്തെ വെല്ലുവിളി. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വേണം എന്നുള്ള നയം ഭരണഘടനയിലൂടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സാധിക്കും? അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദ ചലഞ്ച് വാസ് ഹൗ ടു മെയിൻറ്റെയിൻ ഡെമോക്രസി. അതെങ്ങനെ നിലനിർത്താൻ സാധിക്കും? അത് സാധ്യമാണോ? ഇതൊക്കെയായിരുന്നു വലിയൊരു വെല്ലുവിളി. ഇനി മൂന്നാമത്തേത്, ടു എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ്. ആളുകൾക്ക് ഒരു വ്യത്യാസമില്ലാതെ ഈക്വാളിറ്റിയാണ്. അവിടെ കാസ്റ്റ് ബേസ്, റിലീജിയസ് ബേസ്, അതുപോലെ ജെൻഡർ ബേസ്, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഡെവലപ്മെൻറ്റ് വേണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഈക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? എല്ലാവർക്കും ദേ ആർ ഫ്രീ ടു പ്രാക്ടീസ് ദെയർ ഓൺ റിലീജിയൻ. മതേതരത്വമാണ്, അവർക്ക് അവരുടേതായ മതം പ്രാക്ടീസ് ചെയ്യാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ, അതാണ് മറ്റൊരു പ്രശ്നമായി മാറുന്നത്. വികസനവും ക്ഷേമവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ പൗരരും തുല്യരാണെന്നും എല്ലാവർക്കും സ്വന്തം മതം ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് മൗലിക അവകാശങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നത്? സാധിക്കുമോ അത്? ഇതൊക്കെയായിരുന്നു വലിയൊരു തലവേദന.
അപ്പം അതിൻ്റെ സഹായം വേണം. കാരണം എങ്ങനെയാണ് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിരിക്കുന്ന ആൾക്ക് ഒരു മുക്കിലും മൂലയിലുമുള്ള ഓരോ ചെറിയ പ്രദേശത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അവരുടെ ഭാഷ, അവരുടെ കൾച്ചർ എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ അത് സാധ്യമാക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലൂടെയാണ്, DPSP. അതായത് വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി, ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ചെയ്തത്, സ്ഥാപിതമാക്കിയത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. Although the preamble of Constitution lay down that the principles of justice, liberty, equality and fraternity were adopted to develop the society. അപ്പോൾ സൊസൈറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതെങ്ങനെ അത് പറഞ്ഞെങ്കിലും അതെങ്ങനെ പ്രാവർത്തികമാക്കും? അതിനുവേണ്ടി DPSPയിലൂടെ, ഡയറക്റ്റീവ് തത്വങ്ങളിലൂടെ അത് ഒരു ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഒരു ആധുനിക ക്ഷേമരാഷ്ട്രത്തിനായി വളരെ സമഗ്രമായ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇനി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു. ഹൗവർ ദ ചാലഞ്ചസ് വെർ ഹൗ ടു ഓവർകം ദ പോവർട്ടി. ഇനി ഇതെല്ലാം ശരി, ഇനി എങ്ങനെയാണ് ഈ ദാരിദ്ര്യം മാറ്റുന്നത്? അത് മറ്റു പ്രശ്നമാണ്. 3 ചാലഞ്ചസിൽ തന്നെ വെൽബീയിങ് ഓഫ് ദ പീപ്പിളിൽ തന്നെ വരുന്നതാണ്. ദ ചാലഞ്ചസ് വെർ ഹൗ ടു ഓവർകം ദ പോവർട്ടി. ആളുകൾ ദാരിദ്ര്യത്തിലാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ പോയപ്പോഴിവിടെ എല്ലാം വളരെ ക്ഷാമവും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെയുള്ള സമയമാണ് ആ സമയത്ത്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് സമ്പൽ വ്യവസ്ഥ വികസിപ്പിക്കുന്നത്? അത് ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം ഇവിടെ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർ. അത്രയ്ക്ക് ഇവിടെ നിന്ന് കൊള്ളയടിച്ചെന്ന് തന്നെ പറയാം കൊണ്ടുപോയിരിക്കുകയാണ്. ഡ്രെയിൻ തിയറിയിൽ അത് ദാദാബായി നവറോജി പറയുന്നുണ്ട്. എത്രമാത്രം ചോർച്ചയാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ സമ്പത്തിൻ്റെ ചോർച്ച. അപ്പോൾ ഇതൊക്കെ വലിയൊരു തലവേദന തന്നെയായിരുന്നു പുതിയ നേതാക്കന്മാർക്ക്. ഇൻ്റഗ്രേഷൻ ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്, അതിപ്പോൾ നമ്മൾ യൂണിഫൈഡ് നേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് പറയണത്, 4ാമത്തെ പോയിൻ്റായിട്ടല്ല. അതായത് എങ്ങനെയാണ് ഒരു ഏകീകൃത രാഷ്ട്രം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റിനെ യോജിപ്പിക്കുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പോയപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം, ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇതുപോലെ തന്നെ നിൽക്കാമെന്നാണ് ബ്രിട്ടീഷുകാർ അവർക്ക് കൊടുത്ത വാക്ക്. അപ്പോൾ ചില രാജ്യങ്ങൾ രാജാവിൻ്റെ കീഴ് രാജഭരണം തന്നെ തുടരാനായിട്ട് ആഗ്രഹിച്ചു. അത് വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദർ വർ 565 പ്രിൻസ്ലി സ്റ്റേറ്റ്. 1ഉം 2ഉം രാജഭരണങ്ങളല്ല ഉണ്ടായിരുന്നത്, 565 രാജഭരണങ്ങൾ. അപ്പോൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് ഒരു യൂണിഫൈഡ് ഇന്ത്യ എങ്ങനെയാക്കും? കാരണം 565 കൊച്ചു രാജ്യങ്ങളായിട്ട് അതിൻ്റെ ഇടയിൽ കിടന്നാലേ ഇന്ത്യ വീണ്ടും ഒരു കുഞ്ഞു രാജ്യങ്ങൾ ഉള്ള ഒരു പ്രദേശമായി മാറും. അപ്പോൾ അത് വലിയൊരു തലവേദനയാണ്. ഇവരെങ്ങനെയെങ്കിലും യൂണിഫൈഡ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണം എന്നുള്ളത് മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. ദി ഇൻഡിപെൻഡൻസ് ആക്ട് 1947 says that British India divided into 2 nations, India and Pakistan. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആക്ട് 1947 ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയെ എന്ന് പറയേണ്ട, ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചത് ഇന്നത്തെ നമ്മുടെ മോഡേൺ ഇന്ത്യയും ഇന്ത്യയും പാകിസ്ഥാനും. ഇനി ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ് മേ ബി മേർജ്ഡ് വിത്ത് ബോത്ത് ദ കൺട്രീസ് ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻറ്റ്. അവിടെ ആ ആക്റ്റിലാണത് പ്രശ്നമായി മാറിയത്. രാജകീയ സംസ്ഥാനങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണമെങ്കിൽ 2 രാജ്യങ്ങളിലേക്ക് ലയിക്കാം, ഇല്ല എങ്കിൽ സ്വതന്ത്രമായി തുടരാം. ഈ ആക്റ്റിലൂടെ പറഞ്ഞത് അതാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ വിത്ത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ബാക്കി വെച്ചിട്ട് ബ്രിട്ടീഷുകാർ പോയി. ദിസ് വാസ് സർട്ടൻ ആൻഡ് വെരി സീരിയസ് ചലഞ്ച് റേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഇതെല്ലാം, ഈ 3 പോയിൻറ്റ്സ് എടുത്തു പറയണം. പിന്നെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് ഒരു ഉദാഹരണമായിട്ട് കൊടുക്കണം. ഇതെല്ലാം ഇന്ത്യ നേരിട്ട, സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് ഇന്ത്യ നേരിട്ട വലിയ ഗുരുതരമായ വെല്ലുവിളികളായിരുന്നു. ഇനി അടുത്ത വീഡിയോ